ഇനി നമ്മുടെ വീട്ടിൽ തുണികളൊക്കെ അടുക്കി വെക്കുന്ന അലമാര എത്ര ചെറുതാണെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലുള്ള അത്രയും തുണികൾ ഈ ഒരു രീതിയിൽ മടക്കി വെച്ചാൽ നമുക്ക് അതിനുള്ളിൽ വെക്കാൻ കഴിയും. കൂടെ തന്നെ കുറച്ച് അടിപൊളിയായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളൊക്കെ കാണിക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. ചൂടുകാലമായി കഴിഞ്ഞാൽ പാല് കാച്ചി ഫ്രിഡ്ജ് വെച്ചാൽ പോലും പെട്ടെന്ന് കേടാകാറുണ്ടല്ലേ. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന മാവും തൈരും ഒക്കെ ഫെർമെൻറ്റേഷൻ ആകുന്ന ആ ഒരു സ്മെല്ല് വന്നിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ പാല് വെക്കുന്ന സമയത്ത് കേടാകാതിരിക്കാനായിട്ട് ഇതുപോലൊരു പട്ട ചെറിയൊരു പീസ് മതി കേട്ടോ ഒടിച്ച് ഇതിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ തലേന്ന് വെച്ചിരിക്കുന്ന പാലായാൽ കൂടി കേടാകത്തില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പം കാച്ചി തണുപ്പിച്ചെടുത്ത പാലിലേക്കാണ് കേട്ടോ ഈ ഒരു ചെറിയ പീസ് പട്ട കൂടി ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത്. നാളെ എടുത്താൽ പോലും ഈ ഒരു പാല് ഒട്ടും തന്നെ കേടാകത്തില്ല. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾ മറക്കല്ലേ. അടുത്ത ടിപ്പ് നമ്മൾ ഉപയോഗിക്കാതെ അടച്ച് വെച്ചിരിക്കുന്ന ഹോട്ട് ബോക്സുകളൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് തുറക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരാറുണ്ടല്ലേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ചെയ്യുന്ന അടിപൊളി ഒരു ടിപ്പ് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ നാട്ടിലേക്കൊക്കെ പോയി 1-2 മാസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പാത്രങ്ങൾ തുറക്കുമ്പം വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുകിട്ട് നല്ല പോലെ മടക്കി ഇതിനുള്ളിൽ വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ സ്മെല്ലുണ്ടാവത്തില്ല കേട്ടോ. ഹോട്ട് ബോക്സിൽ മാത്രമല്ല ഫ്ലാസ്ക്, ടിഫിൻ കാരിയറിലൊക്കെ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ്. കടുക് പെട്ടെന്ന് തന്നെ ബാഡ് സ്മെല്ല് വലിച്ചെടുത്തോളും. അതുകൊണ്ട് തന്നെ എത്ര കാലം കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ബോക്സ് തുറന്ന് നോക്കിയാലും ഒട്ടും തന്നെ സ്മെല്ലുണ്ടാവത്തില്ല കേട്ടോ. ഞാൻ മിക്കപ്പോഴും നാട്ടിലേക്ക് വെക്കേഷനൊക്കെ പോകുന്ന സമയത്ത് ചെയ്ത് വെക്കുന്നൊരു ടിപ്പാണ് കേട്ടോ. എനിക്ക് 100% സക്സസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുതേ. ഹോട്ട് ബോക്സുകളാകുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള കറികൾ ഇതിലേക്ക് ഒഴിച്ച് വെക്കാറുണ്ടല്ലോ, വെജും നോൺ വെജും ഒക്കെ. നോൺ വെജിൻ്റെ കറിയൊക്കെ ഒഴിച്ച് പാത്രം നല്ലതുപോലെ ക്ലീൻ ആക്കിയതിന് ശേഷം ഇതുപോലെ കുറച്ച് കടുക് ഇട്ടിട്ട് അടുത്ത ദിവസം ഇതിലേക്ക് നിങ്ങൾ വെജിൻ്റെ കറി ഒഴിച്ച് നോക്കൂ. നോൺ വെജിൻ്റെ ഒട്ടും തന്നെ സ്മെല്ലുണ്ടാവത്തില്ല. അത്ര പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ കടുക് ആ ഒരു സ്മെല്ലൊക്കെ വലിച്ചെടുത്തോളും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കില്ലല്ലോ. ഇതുപോലെ നമ്മൾ കടയിൽ നിന്ന് ബ്രെഡൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ നമുക്ക് ഈ ഒരു ത്രെഡ് നമ്മുടെ ആ ഒരു ബ്രെഡിൻ്റെ പാക്കിനോടൊപ്പം കിട്ടും. അത് നമ്മൾ നല്ലപോലെ സെക്യൂർ ആയിട്ട് വെക്കും. പിന്നെ ആകുമ്പോഴത്തേന് ഈ ത്രെഡ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ബ്രെഡിൽ കാറ്റൊന്നും കയറാണ്ട് പൂത്തു പോകാണ്ട് സൂക്ഷിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ബ്രെഡിൻ്റെ പാക്കറ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ആ ഒരു ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതൊന്ന് തല കീഴായി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെക്കും ണെങ്കിൽ ബ്രെഡിൻ്റെ പാക്കറ്റിനുള്ളിൽ ഒട്ടും തന്നെ എയർ കയറാതെ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും കേട്ടോ. ഇതേ കണ്ടില്ലേ, നല്ല പോലെ സെക്യൂറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ കാറ്റ് കയറിയോ പൂത്തു പോകുകയോ ഒന്നുമില്ല. അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. പിന്നെ പലരും ബ്രെഡ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ബ്രെഡ് നല്ല പോലെ കട്ടിയാകും. നമ്മൾ ഇതുപോലൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പുറത്ത് വെച്ചാൽ തന്നെ നമ്മുടെ ബ്രെഡ് കേടാകാണ്ട് പൂത്തു പോകാണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഈ ഒരു ചൂട് കാലത്ത് തൈര് പുളിച്ചു പോകാതെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാനിത് വീട്ടിൽ തയ്യാറാക്കിയെടുത്ത തൈരും യോഗട്ടുമാണ് കേട്ടോ. യോഗട്ടൊക്കെ വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് അറിയേണ്ടവർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ നമ്മൾ തയ്യാറാക്കിയിടുന്നതാണ്. ഇതേ കണ്ടില്ലേ, നല്ല കട്ടിയായിട്ട് തന്നെ നമുക്ക് തൈരും യോഗട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എത്ര ദിവസം വെച്ചാലും പുളിച്ചു പോകാണ്ടിരിക്കാനായിട്ടുള്ള അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത്. അതിനായിട്ട് നമ്മുടെ തേങ്ങയുടെ മുറി ഉണ്ടല്ലോ, ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്കിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ ഇത് പുളിച്ചു പോകാതെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കഴിയും കേട്ടോ. വലിയ പീസൊന്നും വേണ്ടത് ഇതുപോലൊരു ചെറിയ പീസ് തേങ്ങ ഇതിലേക്കിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് പുളിശ്ശേരിയൊക്കെ വെക്കാനായിട്ട് കുറച്ച് പുളിപ്പുള്ള തൈരാണല്ലോ വേണ്ടത്. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ചെയ്യുന്നത് ഇതിൽ നിന്ന് ആ തേങ്ങാക്കൊത്ത് എടുത്ത് മാറ്റിയിട്ട് ഒരു ദിവസം ഈ ഒരു തൈര് പുറത്ത് വെക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പുളിപ്പ് നമുക്ക് കിട്ടും ഈ ഒരു തൈരിൽ. എങ്ങനെയെല്ലാം അരച്ചിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശമാവ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി. ഞാനിപ്പം ദോശയ്ക്ക് ബാറ്റർ തയ്യാറാക്കാനായിട്ട് 3 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് ആ ഒരു കണക്കിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഉലുവ കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 7-8 മണിക്കൂർ നല്ല പോലെ കുതിർത്തെടുത്തതാണ്. ഇനി നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഇതുകൂടി ചേർത്ത് നിങ്ങളൊന്ന് അരച്ച് നോക്കും. നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഗ്രൈൻഡറിലല്ല കേട്ടോ ദോശയുടെ മാവ് തയ്യാറാക്കുന്നത്, മിക്സിയുടെ ജാറിലാണ്. എന്നിട്ട് പോലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശമാവ് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. അതിനായിട്ട് ദോശമാവ് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ 1-2 വെണ്ടയ്ക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് നല്ല പോലെ അരച്ച് നിങ്ങൾ വെച്ച് നെക്സ്റ്റ് ഡേയിലെടുത്തൊന്ന് ദോശ തയ്യാറാക്കി നോക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഒട്ടും തന്നെ കല്ലിൽ ഒട്ടിപ്പിടിക്കത്തുമില്ല. ദോശ മാത്രമല്ല കേട്ടോ, ഇതേ മാവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ.
ഇനി നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എത്ര ചെറിയ അലമാരയാണെങ്കിലും ഒരുപാട് തുണികൾ മടക്കി വെക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പ് കാണിച്ചു തരാം കേട്ടോ. പ്രത്യേകിച്ച് സാരിയൊക്കെ നമ്മൾ മടക്കി വെക്കാനായിട്ട് ഒരുപാട് സ്ഥലം ആവശ്യമായിട്ടുണ്ട്. അപ്പം ഞാൻ സാരിയൊക്കെ അലമാരയിൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ അടുക്കി വെക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഹാങ്ങറാണ്. നമ്മൾ ഹാങ്ങർ എടുത്ത് അതിലേക്ക് സാരി ചുമ്മാതിടുകയെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം അലമാര തുറക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഷിഫോണിൻ്റെ ഒക്കെ സാരി ആണെങ്കിൽ താഴേക്ക് ഊർന്ന് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ആ ഒരു സാരി നല്ല പോലെ നമ്മൾ വീഡിയോയിൽ കാണിച്ചേക്കുന്ന പോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ കാൽഭാഗം ഹാങ്ങറിലേക്ക് ആദ്യം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഭാഗം ഉണ്ടല്ലോ അത് തിരിച്ച് ഇതുപോലെ ഒന്ന് ഇടുന്നുണ്ട് കേട്ടോ. ആദ്യം ഇട്ട് കൊടുത്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് കേട്ടോ രണ്ടാമത്തെ ഭാഗം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നത് വീഡിയോയിൽ കാണുമ്പോഴായിരിക്കും. പിന്നെ ആ സാരിയുടെ അണ്ടർസ്കേർട്ട് ഉണ്ടല്ലോ അതും നല്ലതുപോലെ മടക്കിയതിന് ശേഷം സാരിയുടെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെയുള്ള പെയർ ബ്ലൗസ് ഉണ്ടല്ലോ അത് ഷർട്ട് എങ്ങനെയാണോ നിങ്ങൾ ഹാങ്ങറിൽ തൂക്കുന്നത് ആ ഒരു രീതിയിൽ ഈ സാരിയോടൊപ്പം തന്നെ നിങ്ങളിത് ഇതുപോലൊന്ന് മടക്കി ഇടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ ടൈം തന്നെ സാരിയും ബ്ലൗസും അതുപോലെ തന്നെ നമ്മുടെ അണ്ടർസ്കേർട്ടും ഒക്കെ എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ബ്ലൗസ് സാരിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഹൂക്കൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരൊറ്റ ഹാങ്ങറിൽ തന്നെ ഒരു സാരിക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് നമ്മുടെ അലമാര കാണാനും ഭംഗിയാവും. അതുപോലെ തന്നെ കുറച്ച് സ്ഥലത്ത് ഒരുപാട് തുണികൾ അടുക്കി വെക്കാനും കഴിയും. മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ സാരി ഉടുക്കുന്ന സമയത്ത് അതിൻ്റെ ബ്ലൗസ് എവിടെയാണ് അല്ലെങ്കിൽ അണ്ടർസ്കേർട്ട് എവിടെയാണെന്ന് നമുക്ക് അന്വേഷിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് ഉപകാരപ്രദമായിട്ടുള്ള ടിപ്പുകളൊക്കെയാണ് കാണിച്ചത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. കൂടെ തന്നെ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്തോളൂ. വീണ്ടും നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.